നമസ്കാരം. വിവാദ പരാമർശങ്ങൾ കൊണ്ട് എന്നും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന നേതാവാണ് പ്രതിപക്ഷത്തിന്റെ രാഹുൽ ഗാന്ധി. എന്നാൽ പലപ്പോഴും വിവാദ പരാമർശങ്ങൾ നടത്തി പുലിവാല് പിടിക്കുമ്പോൾ അത് പിൻവലിക്കാനും നേതാവ് മറക്കില്ല എന്ന തരത്തിലൊക്കെ അഭിപ്രായങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സാധാരണക്കാരുടെ ജീവരേഖയായ പൊതുമേഖലാ ബാങ്കുകളെ അവഹേളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന ഉയർത്തിയിരുന്നു. എന്നാൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും മറുപടിയും നൽകിയിരിക്കുകയാണ് BJP. സർക്കാർ ഉടമസ്ഥതയിലുള്ള ബാങ്കുകൾക്കെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം കഠിനാധ്വാനികളായ ജീവനക്കാർക്കും ശക്തവും ഭദ്രവുമായ ബാങ്കിംഗ് സംവിധാനത്തിന്റെ പ്രയോജനം നേടുന്ന പൗരന്മാർക്കും അപമാനമാണെന്ന് ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. എപ്പോഴും അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ നടത്താനാണ് രാഹുലിന് താല്പര്യമെന്നും ധനമന്ത്രി പരിഹസിച്ചു. കേന്ദ്രം പൊതുമേഖലാ ബാങ്കുകളെ തട്ടിപ്പുകാരായ സുഹൃത്തുക്കൾക്കുള്ള സ്രോതസ്സായി ഉപയോഗിക്കുന്നുവെന്നായിരുന്നു രാഹുലിന്റെ ആരോപണം. എന്നാൽ UPI ഭരണകാലത്ത് അന്നത്തെ കോൺഗ്രസ് സർക്കാർ ബാങ്ക് ജീവനക്കാരെ പീഡിപ്പിക്കുകയും ബന്ധുക്കൾക്ക് ഫോൺ ബാങ്കിംഗ് വഴി വായ്പ നൽകാൻ നിർബന്ധിക്കുകയും ചെയ്തെന്ന് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. UPA സർക്കാർ പൊതുബാങ്കുകളെ അവരുടെ കൂട്ടുകാർക്കും ബിസിനസ്സുകാർക്കുമുള്ള ATMകളായാണ് കണക്കാക്കിയതെന്ന് കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ ബാങ്കിംഗ് മേഖലയും പ്രത്യേകിച്ച് PSBകളും ശ്രദ്ധേയമായ നേട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. പൊതുമേഖലാ ബാങ്കുകളിൽ പൊതുജനങ്ങൾക്കും ഓഹരി പങ്കാളിത്തമുണ്ട്. പൗരകേന്ദ്രീകൃത ഭരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവുമാണ് മോദി സർക്കാരിന്റെ അടിസ്ഥാന തത്വം. PM മുദ്ര, PM ധ്വനി പദ്ധതികൾക്ക് കീഴിൽ യഥാക്രമം 68%, 44% സ്ത്രീകളാണ് ഗുണഭോക്താക്കളെന്ന് ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. വനിതകൾക്ക് തുല്യ അവസരങ്ങളോ പുരോഗതിയോ ഉണ്ടായിട്ടില്ലെന്ന രാഹുലിന്റെ ആരോപണങ്ങൾക്കെതിരെയായിരുന്നു ധനമന്ത്രിയുടെ മറുപടി. അതേസമയം പൊതുമേഖലാ ബാങ്കുകളെ കേന്ദ്ര സർക്കാർ അവരുടെ വഞ്ചകരായ സുഹൃത്തുക്കൾക്ക് പരിധിയില്ലാത്ത ഫണ്ടായി ഉപയോഗിക്കാൻ അനുവദിക്കുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ആരോപണം കടുത്ത പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത്. പൊതുമേഖലാ ബാങ്കുകൾ ജനങ്ങളുടെ ജീവനാഡിയാണ്. എന്നാൽ സമ്പന്നരും ശക്തരുമായ കോർപ്പറേറ്റുകൾക്ക് മാത്രമായി മോദി സർക്കാർ ജനങ്ങളുടെ ഈ ജീവനാഡികളെ സ്വകാര്യ പണമിടപാടുകാരാക്കി മാറ്റിയെന്ന് രാഹുൽ പറഞ്ഞു. ഇതിലെല്ലാം കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.